ദാമുവിൻ്റെയും രാമുവിൻ്റെയും കഥ. ഒരിടത്തൊരിടത്ത് ദാമു എന്നു പേരുള്ള സ്വാർത്ഥനും അത്യാഗ്രഹിയുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ദാമു ഒരു ദിവസം ചന്തയിലൂടെ നടന്നു പോവുകയായിരുന്നു. പെട്ടെന്ന്, എൻ്റെ ദൈവമേ, എൻ്റെ 30 സ്വർണ്ണനാണയങ്ങളടങ്ങിയ സഞ്ചി എവിടെ പോയി? ദാമു നിരാശനായിരിക്കുന്നത് കണ്ട് സുഹൃത്തായ രാമു കാര്യമന്വേഷിച്ചു. ദാമു, എന്തുപറ്റി? നീ എന്തിനാണിത്ര വിഷമിച്ചിരിക്കുന്നത്? ദാമു സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. വിഷമിക്കേണ്ട സുഹൃത്തെ, ഞാൻ നിന്നെ സഹായിക്കാം. നമുക്കത് തപ്പിയെടുക്കാം നീ. നിരാശനായ ദാമു ഒരു പാറപ്പുറത്തിരുന്നു. ആ സമയം രാമു അവിടെയെല്ലാം ആ സഞ്ചി തപ്പി നടന്നു. അവസാനം വഴിയരികിൽ പുല്ലുകൾക്കിടയിൽ നിന്ന് അവൻ ആ സഞ്ചി കിട്ടി. സന്തോഷത്തോടെ ദാമു പറഞ്ഞു, കിട്ടിപ്പോയി, ദാമുവിൻ്റെ അതേ സഞ്ചി തന്നെ. ദാമു, നിന്റെ സഞ്ചി ഇതാ, എനിക്കിത് വഴിയരികിലെ കുറ്റിക്കാട്ടിൽ നിന്ന് കിട്ടി. സഞ്ചി കയ്യിൽ കിട്ടിയ ദാമു ഒരു നന്ദി വാക്കുപോലും പറയാതെ സഞ്ചിയിലെ നാണയങ്ങൾ എണ്ണാൻ തുടങ്ങി. അതിനുശേഷം ദേഷ്യത്തോടെ രാമുവിനോട്, അല്ലയോ സുഹൃത്തെ, ഇതിൽ 40 സ്വർണ്ണനാണയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൽ 30 എണ്ണമേ ഉള്ളൂ. ബാക്കി 10 എണ്ണം നീ എടുത്തോ? ഇല്ല ദാമു, ഞാൻ അതിൽ നിന്ന് ഒന്നും എടുത്തിട്ടില്ല. നീ കള്ളം പറയുകയാണ്. എനിക്കെൻ്റെ ബാക്കി 10 നാണയങ്ങൾ കൂടി വേണം. തർക്കം മൂത്ത് അവർ ന്യായാധിപൻ്റെ അടുത്തേക്ക് പോയി. ന്യായാധിപൻ്റെ അടുത്തെത്തിയപ്പോൾ ദാമുവും രാമുവും സ്വന്തം നിലപാട് വ്യക്തമാക്കി. ദാമു പറഞ്ഞു, അതേ തിരമനസ്സേ, എൻ്റെ സഞ്ചിയിൽ കൃത്യം 40 നാണയങ്ങൾ ഉണ്ടായിരുന്നു. രാമു എടുത്തെന്ന് ഉറപ്പാണ്. അപ്പോൾ രാമു പറഞ്ഞു, തിരുമനസ്സേ, എനിക്ക് കിട്ടിയപ്പോൾ അതിൽ 30 നാണയങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ സത്യസന്ധനാണ്. രാമുവിൻ്റെയും ദാമുവിൻ്റെയും വാദങ്ങൾ കേട്ട ന്യായാധിപൻ പറഞ്ഞു, ശരി ദാമു, നീ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം. നിൻ്റെ 40 നാണയങ്ങൾ ആ സഞ്ചിയിൽ ഉണ്ടായിരുന്നു അല്ലേ? എന്നാൽ ഈ സഞ്ചിയിൽ 30 എണ്ണമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നിൻ്റെ സഞ്ചിയായിരിക്കാൻ വഴിയില്ല. ഈ 30 നാണയങ്ങൾ ഇതിൻ്റെ ഉടമസ്ഥൻ വരുന്നതുവരെ രാമു തന്നെ വെച്ചോട്ടെ. നിൻ്റെ 40 നാണയങ്ങളുള്ള സഞ്ചി നിനക്ക് തന്നെ ഉടനെ കിട്ടുമെന്ന് ഞാൻ ആശംസിക്കുന്നു. ദാമുവിൻ്റെ അത്യാഗ്രഹം കാരണം തൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം കൂടി അവന് നഷ്ടമായി. ഗുണപാഠം: അത്യാഗ്രഹം ആപത്ത്.